Vistos Global അവതരിപ്പിക്കുന്ന തിങ്ക് ഫുട്ബോൾ ആ ഷാജി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഫ്രീ ട്രാൻസ്ഫർ, അതായത് കാശ് അധികം മുടക്കാതെ ശമ്പളം മാത്രം കൊടുത്ത് പ്ലേയേഴ്സിന് മേടിക്കുന്ന ഒരു ട്രെൻഡാണ് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോൾ പോഗ്ബ, ഡെംബേലെ, ഡൈബാല, റുഡിഗർ, ഡിമറിയ, ലക്കസെറ്റ് എന്ന പ്ലേയേഴ്സൊക്കെ ഫ്രീ ട്രാൻസ്ഫറിലാണ് വേറെ ക്ലബിൽ പോയിരിക്കുന്നത്. ഇതിന് മുന്നേ നോക്കിയാലും ലയണൽ മെസ്സി, സെർജിയോ റാമോസ്, ഡോണറൂമ, ആലബ, സെർജിയോ അഗ്വേറോ, ജെറോം ബോട്ടം ഇതെല്ലാം ഫ്രീ ട്രാൻസ്ഫറിൽ പോയതാണ്. എന്തുകൊണ്ടാണ് ഈ ഫ്രീ ട്രാൻസ്ഫറിൽ വരുന്ന പ്ലേയേഴ്സിന് ഇത്രയും ഡിമാൻഡ്? 3 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം കോവിഡ് സിറ്റുവേഷനാണ്. പോസ്റ്റ് പാൻഡമിക് സാമ്പത്തികമായി ഒരുപാട് ക്ലബ്സുകൾ നിവർന്നൊന്ന് എണീച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് പലരും പ്ലേയേഴ്സിനെ നല്ല കാശ് മുടക്കി മേടിക്കാതിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, 30 വയസ്സിന് മേലെയുള്ള പ്ലേയേഴ്സിന് എക്സ്റ്റെൻഡഡ് കോൺട്രാക്റ്റ്, അതായത് 3 വർഷം അല്ലെങ്കിൽ 4 വർഷം കൊടുക്കുന്ന ഒരു സാഹചര്യം ഇനിയുള്ള ഒരു ഫുട്ബോൾ ജനറേഷനിൽ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. നല്ല കളിക്കാരാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒരു ക്വാളിറ്റി ഉള്ള ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്ലെയറിന് ഇന്നൊരു 1 ഇയറോ 2 ഇയറോ കണ്ടിന്യൂറ്റി ഉള്ള ഒരു എക്സ്റ്റൻഷൻ കിട്ടാൻ സാധ്യതയുള്ളൂ. അതിനൊരു കാരണം കൂടിയുണ്ട്. ഉദാഹരണം എടുത്തു പറയേണ്ടത് ഹെൻറിക് മെക്കത്തറിയൻ, മെസറ്റ് ഓസിൽ, മുസ്താഫി, കൊലാസിനിച്ച്, വില്യൻ, അബമയങ്, all these players were released before their contracts. Probably they don't want to take that kind of a burden എന്നാണ് എനിക്ക് തോന്നുന്നത്. Another important factor എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ, that is the second important factor is not the second, the third important factor is young players ഒരുപാട് പേർക്ക് ഫോക്കസ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. Very rarely I have seen a young player being bought for 40, 60, 70 million about 3 years, 4 years back consistently. ഇപ്പോൾ അതല്ല. 19, 20, 21 വയസ്സുള്ള ചെറുപ്പക്കാരൊക്കെ 60 മില്യൺ 70 മില്യൺ ഒക്കെ കൊടുത്ത് ക്ലബ്ബ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ദേ ആർ ലുക്കിംഗ് അറ്റ് ദ ലോങ് ടേം പ്രോസ്പെക്ട് ഓഫ് ദ ക്ലബ് റാദർ ദാൻ carrying the experience all together. So it's a combination of youth and experience plus the COVID situation എന്ന് പറയാം. There are good players but unfortunately they are not getting contracts. The reason ultimately ഇതിനെ ഒന്ന് wrap-up ചെയ്ത് പറയുകയാണെങ്കിൽ കോവിഡ് സിറ്റുവേഷൻ തന്നെയാണ്. Because of the COVID, clubs are not interested to spend as much as they wanted in comparison to the pre-COVID situation. നമസ്കാരം. ഒരിക്കൽ കൂടി പ്രോഗ്രാമിൻ്റെ പേര് വിസ്റ്റസ് ഗ്ലോബൽ തിങ്ക് ഫുട്ബോൾ ആ ഷാജിയാണ്. എപ്പിസോഡിൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. Do you want to study abroad? Then get in touch with our expert counselors. Choose your overseas study destination with Vistos Global Private Limited. For more details, contact 907284455. Mail at vistoshelpdesk@gmail.com. തിങ്ക് ഫുട്ബോൾ ആ ഷാജി എന്ന പ്രോഗ്രാമിലെ ആദ്യത്തെ ചോദ്യം ബാർസലോണ ഫുട്ബോൾ ക്ലബിനെ പറ്റിയിട്ടാണ്. ഹൗ ക്യാൻ ബാർസലോണ സ്റ്റിൽ സൈൻ പ്ലേയേഴ്സ് വെൻ ദേ ഹാവ് സോ മച്ച് ഓഫ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് എന്നാണ്. ഇറ്റ്സ് എ വെരി സീരിയസ് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മുടെ ബയൺ മ്യൂണിക്കിൻ്റെ CEO പറഞ്ഞത് ദേ സേ ദേ ഡോണ്ട് ഹാവ് മണി ബട്ട് ദേ സ്റ്റിൽ ഗോ ആൻഡ് സൈൻ പ്ലേയേഴ്സ്. നാപ്പോളിയുടെ ചെയർമാൻ ADL പറഞ്ഞത് ഐ ഡിഡ് നോട്ട് വാണ്ട് ടു സെൽ കൊലിബാലി ടു ബാർസലോണ ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് മണി എന്നാണ്. ബട്ട് ദേ ആർ സ്റ്റിൽ സൈനിങ് പ്ലേയേഴ്സ്. Rafinha is a fantastic signing and they might go and sign Jules Koundé also. See, they have the equity which is they are giving it in the form of TV rights for the next 15 years. They have problems in the wages. Earlier 25% of the total earnings has to be the consolidated wages, but now it has been increased to 33% of the total earnings. So they have a leverage to improve if they are going to sell out the shares and make that money and invest again probably in the next 10-15 years. Barcelona are going through a difficult time. Yes, whatever they are going to spend now, it has to show as a result on the pitch. If it doesn't show as a result, they will be again forced to invest. They are of the opinion that they will not be required to invest because they have so many young players. So this investment which they are doing at the moment is the one final push to get the club in proper order. So they are signing players
with their own asset which they are selling. They are not borrowing money from anybody and they are not begging from anybody. So they have every right to do in the way they wanted to do. ഈ പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ ചോദ്യം ജനറേഷൻ ടു ജനറേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ ജോൺ ടെറി എന്ന ഒരു സെൻറ്റർ ബാക്കിനെ ലെജൻഡറി ആയിട്ടുള്ള ഒരു ഫിഗറിനെ വാൻ ഡൈക്ക് എന്ന ലിവർപൂളിൻ്റെ ഒരു ലെജൻഡറി ഫിഗറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. രണ്ടും രണ്ട് കാലഘട്ടമാണ്. ഇത് ചോദിച്ചിരിക്കുന്നത് അർജുനാണ്. അർജുൻ ഒരു ലിവർപൂൾ ഫാനും കൂടിയാണ്. അർജുൻ, ഈ ചോദ്യത്തിന് ഉത്തരം തരാൻ ആർക്കും പറ്റില്ല. കാരണം കമ്പാരിസൺ ഈസ് വെരി ഓഡിയസ് ആണ്. ബട്ട് ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് തന്നെ കുറേ കാര്യങ്ങൾ പറയേണ്ടി ഇരിക്കുന്നതാണ്. ജോൺ ടെറി കളിച്ച കാലഘട്ടങ്ങളിൽ എനിക്ക് തോന്നിയത് ഫുട്ബോൾ വാസ് മോർ ടെക്നിക്കൽ, ലെസ് ഓഫ് സ്പീഡാണ്. നോട്ട് മച്ച് ഓഫ് സ്പീഡ്, വെരി ലിറ്റിൽ ഓഫ് സ്പീഡ്. വെറാസ് ഇപ്പോൾ ഉള്ള ഒരു മോഡേൺ ഫുട്ബോളിൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടെക്നിക്കൽ ആസ് വെൽ ആസ് സ്പീഡ് ഉണ്ട്. സോ യു കനോട്ട് കമ്പയർ. അന്ന് കളിച്ച ഫുട്ബോൾ അല്ല ഇപ്പോഴും. യെസ്, ഹീ ഈസ് എ ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് എ ഡിഫൻഡർ, ഹീ ഈസ് എ ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് എ ഡിഫൻഡർ. ബട്ട് കമ്പാരിസൺ എന്ന് പറയുകയാണെങ്കിൽ in terms of competition, John Terry had a better competition at that time because the players he played with was fantastic players. I don't think that kind of a competition in Van Dijk undu ennu enikku thonunilla. There are certain players, especially big clubs, there are certain good players undu. Whereas on the other teams, അതായത് ടോപ്പ് 6 കഴിഞ്ഞിട്ടുള്ള പ്രീമിയർ ലീഗിലെ ടീംസ് നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ ആയിട്ടാണ് വാൻ ഡൈക്ക് കമ്പീറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ഐ വുഡ് സ്റ്റിൽ റേറ്റ് വാൻ ഡൈക്ക് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡേഴ്സ് ഓഫ് ദിസ് ഡിക്കേഡ് ആസ് ജോൺ ടെറി വാസ് ഇൻ ദ പാസ്റ്റ് ഡിക്കേഡ്. മൂന്നാമത്തെ ചോദ്യം ഈ എപ്പിസോഡിൽ ചോദിച്ചിരിക്കുന്നത് ആസ്പിൻ രാജാണ്. ആസ്പിൻ്റെ ചോദ്യം, ഷാജേട്ട, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ത്യ AFC കപ്പ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനിൽ ഇന്ത്യക്ക് ഫിഫ ബാൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? സുപ്രീം കോർട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിച്ചില്ലെങ്കിൽ, എലക്ഷൻ നടന്നില്ലെങ്കിൽ ബാൻ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നാണ് ചോദ്യം. റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഈ വരുന്ന ദിവസങ്ങളിൽ സുപ്രീം കോർട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ രജിസ്റ്ററായിട്ട് അംഗീകരിച്ച് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് അവർക്ക് അതിനായുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും എലക്ഷൻ നടത്താമെന്നുള്ളതാണ്. ഇതിൽ ഏക പ്രശ്നം വന്നിരിക്കുന്നത് FSDL, അതായത് ISL നടത്തുന്ന FSDLന് റൈറ്റ്സുമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് അമെൻഡ് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷനിൽ അത്ര തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ട് അവർ റിട്ടേൺ പ്ലെയിൻറ്റിഫ് ഒന്ന് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഒത്തുതീർപ്പാകുമെന്നാണ് പല സ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ട്. അത് നടന്നില്ലെങ്കിൽ ഫിഫ പ്രോബബ്ലി ഒരു 2 വീക്കോളം എക്സ്റ്റൻഷൻ കൊടുക്കും എന്നാണ് ഒരു സൈഡിൽ നിന്നുള്ള റിപ്പോർട്ട്. അതും കൂടി നടന്നില്ലെങ്കിൽ ഒരു ബാൻ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ബാൻ കിട്ടുമെന്ന്. കാരണം ഇറ്റ് ലുക്സ് വെരി ക്ലിയർ ദാറ്റ് എവറിബഡി വാണ്ട്സ് ദിസ് ടു ബി റിസോൾവ്. ഇതിൽ പ്രോബ്ലംസ് വരുന്നത് FSDLനാണ്. സ്റ്റേറ്റ് അസോസിയേഷൻ ഓൾമോസ്റ്റ് എല്ലാവരും കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞതും അവർ ആഗ്രഹിച്ചതൊക്കെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിച്ച് ഐ തിങ്ക് വെരി ഷോർട്ട്ലി, in a few days time, Supreme Court will consider it. മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസിന് അവരുടെ പുതിയ ജേഴ്സി പ്ലെയർ വേർഷൻ മേടിക്കണമെങ്കിൽ ഫാൻ ബോയ് ജേഴ്സി എന്ന കമ്പനിയെ അപ്രോച്ച് ചെയ്യുക. അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ഇട്ടിരിക്കുന്ന ഈ മാഞ്ചസ്റ്റർ സിറ്റി ജേഴ്സി അവരുടേതാണ്, അവർ സ്പോൺസർ ചെയ്തതാണ്. ഒരിക്കൽ കൂടി തിങ്ക് ഫുട്ബോൾ ഷാജി എന്ന പ്രോഗ്രാമിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് യുവേഴ്സ് ട്രൂലി ആൻഡ് ലവിംഗ്ലി ഷാജി പാപ്പൻ.